കടലിലിട്ടാലും അത് വെറും 3 കിലോമീറ്റർ വരെ വരുന്ന സർഫസ് മാത്രമേ ഫില്ല് ചെയ്യുന്നു എന്നതാണ്. അത്രയും അധികം കടൽ വലുതാണ്. ഒന്നുകൂടെ വിശദമായി പറയുകയാണെങ്കിൽ കടലിന്റെ ആഴത്തെക്കുറിച്ച് പറയണം. കടലിന്റെ ആഴങ്ങളെ പല ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എത്തിയിരിക്കുന്നത് സൺലൈറ്റ് സോൺ അല്ലെങ്കിൽ എപ്പിലാഞ്ചിക് സോണിലാണ്. ഇവിടെ സൂര്യപ്രകാശം വളരെയധികം ലഭിക്കുന്ന പ്രദേശമാണിത്. കടലിന് മുകളിൽ നിന്നും ഏകദേശം 198 മീറ്റർ വരെയാണ് ഈ ഒരു ഭാഗമുള്ളത്. ഈ ഒരു ഭാഗത്താണ് കടലിലെ ഭൂരിഭാഗം മത്സ്യങ്ങളും ജീവിക്കുന്നത്. ഇനിയും ആഴത്തിലേക്ക് പോവാം. പക്ഷേ ആഴത്തിലേക്ക് പോകുന്തോറും ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തെന്നാൽ അതെ, സൂര്യപ്രകാശം മങ്ങി വരുന്നതായി കാണാം. ഈ ഒരു ഭാഗത്തെ പറയുന്നത് ട്വിൻ ലൈറ്റ് സോൺ അഥവാ മെസോപെലാഞ്ചിക് സോൺ എന്നാണ്. കടലിന് മുകളിൽ നിന്നും 198 മീറ്റർ മുതൽ 1005 മീറ്റർ വരെ അഥവാ 1 കിലോമീറ്റർ വരെ ഈ ട്വിൻ ലൈറ്റ് സോൺ വ്യാപിച്ചു കിടക്കുന്നു. ഈ ഒരു ഭാഗം വളരെ അപകടകരമാണ്. സ്ക്യൂബ ഡൈവേഴ്സിന് പോലും ഈ ഒരു ഭാഗം അത്ര എളുപ്പമല്ല. കാരണം കരയെ അപേക്ഷിച്ച് അവിടുത്തെ മർദ്ദം 26 മടങ്ങ് കൂടുതലാണ്. നമ്മുടെ ശ്വാസകോശത്തെ വരെ തകർക്കാൻ കഴിയുന്ന മർദ്ദമാണ് അവിടെയുള്ളത്. എന്നിരുന്നാലും ഈ ഒരു ഭാഗത്തും വ്യത്യസ്ത ഇനം ജീവികളാൽ സമ്പന്നമാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി താഴേക്ക് പോകാം. ഈ ഒരു ഭാഗത്തെ മിഡ് നൈറ്റ് സോൺ അഥവാ ബൈത്തിയോപെലാഞ്ചിക് സോൺ എന്നാണ് വിളിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് സൂര്യപ്രകാശത്തിന്റെ ഒരു തരി പോലും എത്തില്ല എന്നതാണ്. പൂർണമായും അന്ധകാരം. സമുദ്രനിരപ്പിൽ നിന്നും 1 കിലോമീറ്റർ മുതൽ 4 കിലോമീറ്റർ വരെ ഇത് വ്യാപിച്ചു കിടക്കുന്നു. പൂർണമായും ഇരുട്ടായതിനാൽ ജെല്ലി ഫിഷ് പോലുള്ള സ്വയം പ്രകാശിക്കുന്ന ജീവികളാണ് ഈ ഒരു ഭാഗത്ത് കൂടുതലായി കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടി ആഴങ്ങളിലേക്ക് പോയാലോ? ഈ ഒരു ഭാഗത്തെ ആംബിസോപെലാഞ്ചിക് സോൺ എന്നാണ് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ മുതൽ 6 കിലോമീറ്റർ വരെ ഈ ഒരു ഭാഗം വ്യാപിച്ചു കിടക്കുന്നു. കടലിന്റെ ആഴങ്ങൾ തേടി ഒരു യാത്ര. 1872 ഇംഗ്ലണ്ടിൽ ചലഞ്ചർ എക്സ്പ്ലോറേഷൻ എന്ന പേരിൽ ഒരു പര്യവേഷണം ആരംഭിക്കുന്നത്. സമുദ്രങ്ങളെ പറ്റി കൂടുതൽ പഠിക്കുവാനാണ് ആ യാത്ര അവർ ആരംഭിച്ചത്. ആ ഒരു പര്യവേഷണത്തിലൂടെ നിരവധി കണ്ടുപിടുത്തങ്ങളാണ് അവർ നടത്തിയത്. നാം അതുവരെ കണ്ടെത്താത്ത നിരവധി കടൽ ജീവികളെ അവർ കണ്ടെത്തി. മാത്രവുമല്ല, കടലിന്റെ പല ഭാഗങ്ങളിലുള്ള ആഴം അളക്കുകയും ചെയ്തിരുന്നു. സൗണ്ട് വേവ്സ് ഉപയോഗിച്ചായിരുന്നു അവർ ആഴം അളന്നത്. സൗണ്ട് വേവ്സ് സമുദ്രത്തിൽ അടിത്തട്ടിൽ തട്ടി തിരിച്ചു വരാനെടുക്കുന്ന സമയം കണക്കിലെടുത്താണ് അവർ ആഴം കണക്കാക്കിയത്.